Good morning all. Today we are going to start with the next aspect of cash book, which is triple column cash book. So we've already learned single column cash book and double column cash book. We've done a few problems. So now it's time to move on to triple column cash book. So let's see what a triple column cash book is and how should we prepare it and how should we post it and all that. So triple column cash book in the Parimbo, basically we have got 3 amount columns on both sides. In single column, there was only 1 amount column which was cash. In double column, 2 amount columns cash and bank. And in triple column, 3 amount columns cash, bank and discount. Okay, so അതാണ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട്, ക്യാഷിന്, ബാങ്കിന്, ഡിസ്കൗണ്ടിന്, അങ്ങനെ 3 എമൗണ്ട് കോളം ഉണ്ട് രണ്ട് സൈഡിലും, ബോത്ത് ഓൺ ഡെബിറ്റ് സൈഡ് ആസ് വെൽ ആസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. നൗ ഇനി ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഡിസ്കൗണ്ടിന്റെ നേച്ചർ എന്നുള്ളതും കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് അലൗഡ്, ആൻഡ് ഓൺ ക്രെഡിറ്റ് സൈഡ് വി റെക്കോർഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. ഡെബിറ്റ് സൈഡ് കാരണം നമുക്കറിയാം റെസീറ്റ് സൈഡ് ആണെന്ന് അറിയാം, പേയ്മെന്റ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡുമാണ് നോർമലി ക്യാഷ് ബുക്കിന്റെ. പക്ഷേ ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഓക്കെ, ആൻഡ് പേയ്മെന്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. വെൻ ആർ വി അലവിങ് ഡിസ്കൗണ്ട്? We in the sense the business allows discount when it receives cash. ക്യാഷ് കിട്ടാനുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴാണ് ബിസിനസ് ഡിസ്കൗണ്ട് കൊടുക്കുക. അതുകൊണ്ടാണ് റെസീറ്റ് സൈഡിൽ നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എഴുതുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷ് കിട്ടുമ്പോൾ വി ഗീവ് ഡിസ്കൗണ്ട്, അതാണ് ഡിസ്കൗണ്ട് അലൗഡ്. സിമിലർലി ഓൺ ദ പേയ്മെന്റ് സൈഡ് നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ സപ്ലയേഴ്സ്, ബിസിനസിന്റെ സപ്ലയേഴ്സ് ബിസിനസ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് നമ്മൾ പേയ്മെന്റ് സൈഡിൽ എഴുതുക. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വി കോൾ ഇറ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ദ ഡിസ്കൗണ്ട് റിസീവ്ഡ് ബൈ ദ ബിസിനസ് വെൻ ദ ബിസിനസ് മേക്സ് സം പേയ്മെന്റ്. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് ഈസ് ദ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദ ബിസിനസ് വെൻ ദ ബിസിനസ് റിസീവ്സ് ക്യാഷ്. അതുകൊണ്ട് റെസീറ്റ് സൈഡിൽ എഴുതുന്നു. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഈസ് when the business makes payment, it receives discount from someone else, from others, so that is discount received. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പ്രോബ്ലം ക്ലാസ് റൂമിലും ഷെയർ ചെയ്തേക്കാം. ഇത് ഒരു ഇമേജ് ആണ്. ഈ ഇമേജിൽ നിങ്ങൾക്ക് ഇലസ്ട്രേഷൻ 11 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാനായിട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുക. നമുക്ക് ഓരോന്നും നോക്കി നോക്കി പോകാൻ സമയമില്ല. വേഗം ഒന്ന് ഓടിച്ചോട്ട് നോക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. വി വിൽ സി ഹൗ ഈച്ച് ട്രാൻസാക്ഷൻ വിൽ ബി പോസ്റ്റഡ്. ഇവിടെ പ്രത്യേകം നോക്കേണ്ട ഒരു ഐറ്റമാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളത്. നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നോർമലി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് വി റെക്കോർഡ് ഇറ്റ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഇറ്റ് സെൽഫ്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇറ്റ് ഹാസ് ടു ബി റെക്കോർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നാണ് കാണിക്കേണ്ടത്. നമുക്കിനി വേഗം ഈ ഒരു ടേബിളിലേക്ക് പോകാം. ദിസ് ഈസ് എ ക്യാഷ് ബുക്ക്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് വേണം നിങ്ങൾക്ക് നോക്കി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നോക്കിക്കൊള്ളുക കേട്ടോ. സോ ഫസ്റ്റ് എൻട്രി വാസ് ഫസ്റ്റ് ട്രാൻസാക്ഷൻ വാസ് റിഗാർഡിംഗ് ദ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെ നമ്മൾ ആ ഫസ്റ്റ് ഡേറ്റിൽ ഡേ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ കണ്ടെയ്ൻ ചെയ്യാനായിട്ടാണ് ഡി എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. LFന് ഞാൻ L എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ നോക്കിയൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 3 എമൗണ്ട് കോളം ഉണ്ട്. ആദ്യം ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക്. ദിസ് ഡിസ്കൗണ്ട് ഈസ് ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, ഇത് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വിളിക്കാം. നമുക്ക് അതിനൊരു ഗ്രീൻ കളർ കൊടുത്തേക്കാം. ദെൻ അഗെയിൻ ഓൺ ദ പേയ്മെന്റ് സൈഡ്, പേയ്മെന്റ്സ് LF, ഡിസ്കൗണ്ട്, ക്യാഷ് ആൻഡ് ബാങ്ക്. ദിസ് ഡിസ്കൗണ്ട് ഈസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ അത് റൈറ്റ് സൈഡിലും കൊടുത്തു. ഇനി ഫസ്റ്റ് ഡേറ്റിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 3000. ദിസ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഫസ്റ്റ് ഡേയിൽ തന്നെ പേയ്മെന്റ് സൈഡിൽ നിങ്ങൾ നോക്കുക, ബാലൻസ് ബ്രോട്ട് ഡൗൺ 4500 എന്ന് എഴുതിയിട്ടുണ്ട് ബാങ്കിന്റെ എമൗണ്ട് കോളത്തിൽ. കാരണം ദാറ്റ് ഈസ് ബാലൻസ് ബ്രോട്ട് ഡൗൺ ആണെങ്കിലും ഇറ്റ് ഈസ് ബാങ്ക് OD, ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുക. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ഓൺ 4th. സെയിൽസ് എന്ന് റെസീറ്റ് സൈഡിൽ എഴുതി 4600 ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതി ബിക്കോസ് ഇറ്റ് ഈസ് ക്യാഷ് സെയിൽസ്. അഗെയിൻ ഓൺ 6th ക്യാഷ് പർച്ചേസസ്. പർച്ചേസസ് പേയ്മെന്റ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്യാഷ് പർച്ചേസ് ആയതുകൊണ്ട് ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് കാണിച്ചു. നൗ 7th സംഭവിച്ചത് ചെക്ക് റിസീവ് ഫ്രം സുരേഷ് 4300 ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 200. ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല, കാരണം ചെക്ക് റിസീവ്ഡ് ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ചെക്ക് റിസീവ്ഡ് എവിടെയാണ് എഴുതുന്നത് ആ കൂടെ തന്നെയാണ് അതും പോസ്റ്റ് ചെയ്യുക കേട്ടോ. ചെക്ക് റിസീവ്ഡ് ആണെങ്കിലും ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാഷ് റിസീവ്ഡ് നമുക്കറിയാം. ടു സുരേഷ് എന്ന് എഴുതുന്നു.
ക്യാഷിന്റെ കോളത്തിൽ 4300 കൊടുക്കുന്നു, 200 ഡിസ്കൗണ്ട് കോളത്തിൽ കൊടുക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ചെക്ക് റിസീവ് ഫ്രം സുരേഷ് ആകുമ്പോൾ ടു സുരേഷ് ക്യാഷ് ആയതുകൊണ്ട് ചെക്ക് റിസീവ് ഇസ് ക്യാഷ് റിസീവ്. സോ ക്യാഷിന്റെ കോളത്തിൽ 4300, ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ടു ഹിം ഇറ്റ് ഈസ് 200 നമ്മൾ ഈ കോളത്തിൽ എഴുതുന്നു. ഓൺ 8th ചെക്ക് ഇഷ്യൂഡ് ടു രാജു. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറയുമ്പോഴേ പേയ്മെന്റ് സൈഡിലോട്ട് പോവുക, രാജു എന്ന് എഴുതുക, യാതൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ. ഇനി ചെക്കാണ് ഇഷ്യൂ ചെയ്തത്, അതുകൊണ്ട് ആരുടെ എമൗണ്ട് കോളത്തിൽ എഴുതണം? ബാങ്കിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതണം. ചെക്ക് ഇഷ്യൂ ടു രാജു 4800 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രേറ്റ് വേ 4800 ബാങ്കിന്റെ കോളത്തിൽ എഴുതുന്നു. ഡിസ്കൗണ്ട് അലവ്ഡ് ബൈ ഹിം 200. പ്രത്യേകം വായിക്കണം, ബൈ ഹിം എന്നാ പറയുക. ഡിസ്കൗണ്ട് അലവ്ഡ് ബൈ സംവൺ എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ച് ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് റിസീപ്റ്റ് അല്ലേ. അല്ലെങ്കിലും ഈ സൈഡിലല്ലേ നമ്മൾ 4800 എഴുതുക, അപ്പോൾ ആ സൈഡിൽ തന്നെ 200 എഴുതാൻ പറ്റുള്ളൂ. 200 നമ്മൾ അവിടെ എഴുതുന്നു, ഡിസ്കൗണ്ട് റിസീപ്റ്റ്. ഓക്കെ, ദെൻ ഓൺ 10th ചെക്ക് ഫ്രം സുരേഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ഫോർ കളക്ഷൻ. 10th ചെക്ക് ഫ്രം സുരേഷ്. അപ്പോൾ സുരേഷിനെ നമ്മൾ ഓൾറെഡി ഇവിടെ ക്രെഡിറ്റ് ചെയ്തു ചെക്ക് കിട്ടിയപ്പോൾ, അതുകൊണ്ട് ഇനി സുരേഷിന്റെ കഥ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ പല കുട്ടികളും മിസ്റ്റേക്ക് വരുന്നതാണ്, പിന്നെയും സുരേഷിന് കൊണ്ടേ ക്രെഡിറ്റ് കൊടുക്കും, അതിന്റെ ആവശ്യമില്ല. ഇത് 2 ഡേറ്റിലായിട്ടാണ് സംഭവിക്കുക. 7th സുരേഷിന്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടിയപ്പോൾ സുരേഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ഒരു ക്രെഡിറ്റ് അയക്ക് ചെന്നാൽ മതി. പിന്നെയും ക്രെഡിറ്റ് ചെയ്താൽ സുരേഷ് 2 പ്രാവശ്യം ക്യാഷ് തന്നു എന്നാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സുരേഷിന് ഓൾറെഡി നമ്മൾ 4500 ക്രെഡിറ്റ് ചെന്നിട്ടുണ്ട്. 4300 ക്യാഷ് ആയിട്ടും 200 ഡിസ്കൗണ്ട് ആയിട്ടും മൊത്തം 4500 രൂപ നമ്മൾ സുരേഷിന് ക്രെഡിറ്റ് കൊടുത്ത് സുരേഷിനെ പറഞ്ഞു വിട്ടു. ഇനി എന്താ ചെയ്യുക? ഈ ചെക്ക് നമ്മൾ ബാങ്കിലിടണം. ഇവിടെ ചിലപ്പോൾ എമൗണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഓർത്തോണം, എമൗണ്ട് 4300 കാരണം 200 ഈസ് ഡിസ്കൗണ്ട് അലൗഡ്, അത് നമുക്ക് കണക്കിലാക്കാൻ പറ്റില്ല. സോ ദ ചെക്ക് റിസീവ്ഡ് വാസ് ഫോർ 4300, അതാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. സോ ദ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ആദ്യം ടു ക്യാഷ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ആ ഡെബിറ്റ് കൊടുക്കുന്നു. ഓക്കെ, കോൺട്രാ എൻട്രി ആയതുകൊണ്ട് ഇവിടെ സി എന്ന് കാണിക്കുന്നു LF കോളത്തിൽ. ദെൻ 10th തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ആയതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് കൊടുക്കുക, കോൺട്രാ എൻട്രി എന്നുള്ളത് കൊടുക്കുക. ഡെറ്റർ ടു ക്യാഷ് എന്നായതുകൊണ്ട് ക്യാഷിന് ആ ക്രെഡിറ്റ് കൊടുക്കുക, ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ ആ ക്രെഡിറ്റ് കൊടുക്കുക. ഇത് കോൺട്രാ എൻട്രി. പ്രത്യേകം മനസ്സിലാക്കുക. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുക, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി ഓൺ 12th ക്യാഷ് റിസീവ് ഫ്രം സുക്കു 5200, ഡിസ്കൗണ്ട് അലൗഡ് 300. ക്യാഷ് റിസീവ് ഫ്രം സുക്കു ഒന്നും നോക്കാനില്ല, റെസീപ്റ്റ് സൈഡിൽ ടു സുക്കു എന്ന് നമ്മൾ എഴുതുന്നു. ക്യാഷ് റിസീവ്ഡ് 5200 എന്ന് പറയുമ്പോഴേ ക്യാഷിന്റെ കോളത്തിൽ 5200 എഴുതുക. റിസീവ്ഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ആണോ തന്നിരിക്കുക അതാണ് ആ പർട്ടിക്കുലർ കോളംസിൽ എഴുതേണ്ടത്. റിസീപ്റ്റ് സൈഡിലോ പേയ്മെന്റ് സൈഡിലോ ക്യാഷിലോ ബാങ്കിലോ നമ്മൾ എഴുതുന്നത് റിസീവ്ഡ് പെയ്ഡ് എന്ന് പറയുന്ന തുക സ്ട്രെയിറ്റ് അവേ അങ്ങോട്ട് എഴുതുന്നു. ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് 300, അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 300 രൂപയാണ്. ഓക്കെ, ഇനി അതാണ് 12th എൻട്രി. ദെൻ 13th ക്യാഷ് പെയ്ഡ് ടു രഞ്ജിത്ത് 1800, ഡിസ്കൗണ്ട് ദെയർ ഓൺ 200. ക്യാഷ് പെയ്ഡ് ടു രഞ്ജിത്ത്, ഡിസ്കൗണ്ട് ദെയർ ഓണേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ നിന്ന് എമേർജ് ചെയ്യുന്ന ഡിസ്കൗണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ക്യാഷ് പെയ്ഡ് ടു രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ ബൈ രഞ്ജിത്ത് ആദ്യം എഴുതാം, പേയ്മെന്റ് ആണ്, ക്യാഷ് ആണ് പേ ചെയ്തത്. ക്യാഷ് പെയ്ഡ് ടു രഞ്ജിത്ത് 1800 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1800 ക്യാഷിന്റെ കോളത്തിൽ എഴുതുന്നു. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് എന്താണെങ്കിലും. ഓക്കെ, ആൻഡ് ഓൺ 17th ക്യാഷ് റിസീവ്ഡ് ഫ്രം റെജു 900. റിസീവ്ഡ് എന്ന് പറയുമ്പോൾ റെസീപ്റ്റ് സൈഡിൽ ടു റെജു എന്ന് എഴുതുന്നു. റിസീവ്ഡ് 900 എന്ന് പറയുമ്പോൾ ക്യാഷിന്റെ കോളത്തിൽ 900 എഴുതുന്നു. ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ₹1000. പ്രത്യേകം ഓർക്കുക, ക്യാഷ് റിസീവ് ഫ്രം റജു, റജുവിന്റെ കയ്യിൽ നമുക്ക് ക്യാഷ് കിട്ടി. എത്ര കിട്ടി? 900 കിട്ടി. ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ₹1000 എന്ന് പറഞ്ഞാൽ 1000 rupees ആയിരുന്നു റജുവിന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്. ആ ഫുൾ സെറ്റിൽമെന്റിന് പകരം 900 ഇപ്പൊ കിട്ടി. അപ്പോൾ ഫുൾ സെറ്റിൽമെന്റ് നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 100 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുത്തത് ഇനി അയാളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടാനില്ല എന്നർത്ഥം. അപ്പോൾ 1000 രൂപ ബിസിനസ്സിന് തരാനുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് ഫുൾ സെറ്റിൽമെന്റ് ആയിട്ട് 900 കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ആ 100 എന്ന് പറയുന്നത് അവിടെ ഡിസ്കൗണ്ട് അലൗഡ് ആണ് കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം ആ ആസ്പെക്ട്. Then 19th ക്യാഷ് പെയ്ഡ് ടു ജെയിൻ 1350 ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ഫോർ 1500. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് പെയ്ഡ് ടു ജെയിൻ എന്ന് പറയുമ്പോഴേ ബൈ ജെയിൻ എന്നെഴുതാൻ അറിയാം. ഇനി എമൗണ്ട് നമുക്ക് നോക്കാം. ക്യാഷ് പെയ്ഡ് ടു ജെയിൻ 1350. അപ്പോൾ പെയ്ഡ് ടു എന്ന് പറയുന്ന തുകയെ നമുക്ക് എമൗണ്ട് കോളത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാഷ് കോളത്തിൽ നേരെ 1350 എന്ന് എഴുതുക. ഡിസ്കൗണ്ട് എത്രയാണ് നമുക്കറിയില്ല, അത് അറിയണമെങ്കിൽ ഇൻ ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് അക്കൗണ്ട് ഫോർ 1500.
അപ്പോൾ ഫുൾ സെറ്റിൽമെൻറ്റ് നടത്തണമെങ്കിൽ 1500 രൂപയായിരുന്നു. അപ്പോൾ ഫുൾ സെറ്റിൽമെൻറ്റ് നടന്നു. ആർക്കാ കൊടുക്കാനുണ്ടായിരുന്നത്? ബിസിനസ് ഹാഡ് ടു ഗീവ് ജെയിൻ 1500. ഓക്കെ, അപ്പോൾ 1500 കൊടുക്കാനുള്ളതിൻ്റെ ഫുൾ സെറ്റിൽമെൻറ്റിൻ്റെ പകരം ഇപ്പം 1350 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ 150 രൂപ അവിടെ എന്താണ്? ഇറ്റ് ഈസ് ഡിസ്കൗണ്ട്. ഓക്കെ, that is the entry or posting for 19th. And 20th cash paid into bank 3000. നമുക്കറിയാം ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ്, കോൺട്രാ എൻട്രി ആണ്, ഓൾറെഡി ഇപ്പോൾ ഇത് പറഞ്ഞതാണ്. സോ ടു ക്യാഷ് കോൺട്രാ ബാങ്കിൻ്റെ കോളത്തിൽ 3000 എഴുതുക, കാരണം ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡെബിറ്റ് ചെയ്യുന്ന ആ ഒരു ആസ്പെക്റ്റിൻ്റെ കോളത്തിലാണ് ആ എമൗണ്ട് വരിക. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്യാഷ് ആണ് 20th. സോ ക്യാഷിൻ്റെ കോളത്തിൽ അത് വരണം. അപ്പോൾ ഇവിടെ ബാങ്ക് എന്ന് എഴുതണം. ബാങ്കിൻ്റെ കോളത്തിലാണ് വരുന്നതെങ്കിൽ ക്യാഷിന് എഴുതണം, ക്യാഷിൻ്റെ കോളത്തിലാണ് വരുന്നതെങ്കിൽ ബാങ്കിന് എഴുതണം. ഓക്കെ, ഓൺ 24th കമ്മീഷൻ റിസീവ്ഡ് ഇൻ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് 250. പ്രത്യേകം ഓർക്കണേ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ ചെക്ക്. അപ്പോൾ നോർമലി ഇതൊന്ന് വേഗം ഒന്ന് കാണാം നമുക്ക്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ എന്നാണ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ ചെക്ക് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എൻട്രി ഈസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ. ആ ചെക്ക് ബാങ്കിലേക്ക് ഇട്ടു എന്ന് പറഞ്ഞാൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. ഇതാണ് 2 ദിവസമാണ് ഇത് സംഭവിക്കുന്നതെങ്കിലത്തെ എൻട്രി. ആദ്യം ചെക്ക് കിട്ടുന്നു, പിന്നെ ചെക്ക് ബാങ്കിൽ കൊടുക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? സെയിം ഡേ ഇറ്റ് ഹാപ്പൻഡ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് സെയിം ഡേ. അപ്പോൾ 2 എൻട്രി വേണ്ട, ഒരു എൻട്രി മതി. അതാണ് ഞാനിവിടെ ബ്ലാക്ക് ചെയ്തിട്ടിരിക്കുന്നത്, ഡാർക്കൻ ചെയ്തിട്ടിരിക്കുക. ക്യാഷും അപ്പോൾ എലിമിനേറ്റ് ചെയ്തു പോകും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷിന് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്, അത് എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പോൾ നെറ്റ് എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് വേണം, കമ്മീഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് വേണം. സോ ദ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. 24th ടു കമ്മീഷൻ, ബാങ്കിൻ്റെ കോളത്തിൽ 250. ഓക്കെ, ആൻഡ് ഓൺ 26th കപിലെ കസ്റ്റമർ പെയ്ഡ് ഡിറക്ട്ലി ഇൻ ടു ബാങ്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ദിവസമായിരുന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കപിൽ, കപിലിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കപിൽ നിന്നും അത് ബാങ്കിലിടുമ്പോൾ ബാങ്ക് ടു ക്യാഷ് എന്ന് എഴുതിയേനെ. പക്ഷേ പെയ്ഡ് ഡിറക്ട്ലി ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കപിൽ എന്നാണ് എൻട്രി വരിക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കപിൽ എന്നാണ് എൻട്രി വരിക. സോ നമുക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കപിൽ കണ്ടോ, ടു കപിൽ 3000 എന്ന് എഴുതിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കപിൽ 3000. ആൻഡ് ദിസ് വാസ് ഓൺ 26th. ഓൺ 28th ബാങ്ക് ചാർജസ് ₹40 ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ചാർജ് ₹60. ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എന്ന് ഓർക്കരുത്. ദിസ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നാണ് അർത്ഥം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ചാർജ് പോലെ തന്നെ ബാങ്കിലുള്ള എമൗണ്ടിനെ കുറയ്ക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, ലോൺ നമുക്ക് കിട്ടുന്ന ലൈബിലിറ്റി ആണെങ്കിൽ അതിനു വേണ്ടി കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പെൻസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ല, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ ദ എൻട്രി വുഡ് ബി ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്കിലുള്ള എമൗണ്ട് ആണ് കുറയുക കേട്ടോ. സോ 28th നമ്മൾ രണ്ടും ഇവിടെ എഴുതും. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ എന്നായതുകൊണ്ട് ബൈ ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഡെറ്റർ അതുകൊണ്ട് ബൈ ഇൻട്രസ്റ്റ് ഓൺ OD. ഏത് എമൗണ്ട് കോളത്തിൽ എഴുതണം? ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ വേണം രണ്ടും എഴുതാനായിട്ട്. ആൻഡ് ഓൺ 29th ചെക്ക് ഓഫ് സുരേഷ് 4300 റിട്ടേൺഡ് ഡിസോണഡ്. ചെക്ക് ഓഫ് സുരേഷ് 4300 റിട്ടേൺ ഡിസോണഡ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ചെക്ക് കിട്ടി സുരേഷിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് എൻട്രി എഴുതി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സുരേഷ് എന്നുള്ള എൻട്രി നമ്മൾ ആദ്യം പാസ് ചെയ്തു. ദാറ്റ് വാസ് ഓൺ എന്നായിരുന്നു 7. അപ്പോൾ ഓൺ റിസീറ്റ് ഓഫ് ചെക്ക് നമ്മൾ എഴുതിയത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു സുരേഷ് അത് എഴുതിയായിരുന്നു. അതിനുശേഷം ആ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഇട്ടു, പേയ്മെൻറ്റ് നടത്തി, ബാങ്കിലേക്ക് പേ ചെയ്തു അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അത് 10th സംഭവിച്ചത്. സോ ഓൺ ഡിപ്പോസിറ്റിംഗ് ചെക്ക് ഇൻ ടു ബാങ്ക് എന്ത് എൻട്രിയാണ് നമ്മൾ പാസ് ചെയ്തത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്ന് എഴുതി. അപ്പോൾ ഇവിടുത്തെ നെറ്റ് എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? ഇപ്പോൾ നമുക്ക് എഴുതിയിരിക്കുന്ന നെറ്റ് എൻട്രി എന്ന് പറയുന്നത് ടു സുരേഷ് എന്നുകൊണ്ട് ബാങ്ക് എന്നുമുണ്ട്. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു സുരേഷ് എന്നാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന എൻട്രി. അതായത് സുരേഷിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന ക്യാഷ് കിട്ടിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു സുരേഷിന് എഴുതി. ആ ചെക്കാണ് ഡിസോണർ ചെയ്തത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ബാങ്കിന് വന്ന ഡെബിറ്റും കളയണം, സുരേഷിന് കിട്ടിയ ക്രെഡിറ്റും കളയണം. സുരേഷിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും ക്യാഷ് കിട്ടാനുണ്ട് എന്ന് നമ്മൾ എഴുതണം. എങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ സുരേഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സുരേഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് സുരേഷിന് ഇനിയും ഡെറ്റർ ആണ്, സുരേഷിന് ഇനിയും നമുക്ക് കാശ് സുരേഷ് തരാനുണ്ട് എന്ന് പറയാനായിട്ടാണ് നമ്മൾ സുരേഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുക. ടു ബാങ്ക് എന്ന് എഴുതുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ബാങ്കിനെ ഒന്ന് ഡെബിറ്റ് ചെയ്തായിരുന്നു ക്യാഷ് കിട്ടിയപ്പോൾ. പക്ഷേ ഇപ്പോൾ ക്യാഷ് കിട്ടിയിട്ടില്ല, അത് ക്യാഷ് ഇല്ല അതിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. സോ ദ എൻട്രി വുഡ് ബി സുരേഷ് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എൻട്രി ഓൺ 29 ബൈ സുരേഷ് 4300. ഓക്കെ,
Now on 30th, cash paid into bank. ഇനി ഞാനത് അധികം പറയുന്നില്ല. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് ഇവിടെ എഴുതും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പേയ്മെൻറ്റ് സൈഡിൽ അല്ലെങ്കിൽ ക്യാഷ് പോയി എന്നുള്ള അർത്ഥത്തിൽ ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്ന് എഴുതും. ക്യാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്നുള്ളതാണ് ഇവിടെ ബൈ ബാങ്ക് 2000 എന്ന് കാണിച്ചിരിക്കുക. ഇനി 30th തന്നെ പേഴ്സണൽ ഡ്രോയിങ്സ് ഫ്രം ബാങ്ക് 500. അറിയാം, ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ബൈ ഡ്രോയിങ്സ് ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാൻ, ലൈക്ക് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യാനായിട്ട് ആദ്യം ടോട്ടൽ ചെയ്യണം. അപ്പോൾ റഫ്ലി ഒന്ന് നോക്കുക കേട്ടോ. എപ്പോഴും തന്നെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിലും ഇവിടെ ബാങ്കിനെ സംബന്ധിച്ച് പേയ്മെൻറ്റ് സൈഡാണ് കൂടുതൽ വന്നിരിക്കുക. കാരണം ഇവിടെ ആദ്യം ഒരു 4500 വന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ റഫായിട്ട് ആദ്യം ഒന്ന് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടുക, എന്നിട്ട് ഇങ്ങോട്ട് എടുത്തെഴുതുക. സോ ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡ് 18,000 വരും. അത് ഇപ്പുറത്തെ സൈഡിൽ പേയ്മെൻറ്റ് സൈഡിലൂടെ എഴുതുക. ഇനി ബാങ്കിനെ സംബന്ധിച്ച് പേയ്മെൻറ്റ് സൈഡാണ് കൂടുതൽ. അത് 14,200 വരും. അത് നമ്മൾ ഇവിടെയും കൂടി എഴുതുക. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് ക്യാഷിന് കുറവ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ വരും. ബാങ്കിന് കുറവ് വരുന്നത് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ വരും. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ഞാനിത് ചെയ്തിട്ടില്ല. ദെൻ ഇനി ഡിസ്കൗണ്ട് കോള് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട, വെറുതെ ടോട്ടൽ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡിന് 600 എന്നും ഡിസ്കൗണ്ട് റിസീവ്ഡിന് 550 എന്ന് കിട്ടും. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡിന് 600, ഡിസ്കൗണ്ട് റിസീവ്ഡിന് 550. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, പ്രീവിയസ് സ്ലൈഡിൽ തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കി ഓരോ പേയ്മെൻറ്റും ഓരോ റിസിപ്റ്റും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുക. ടോട്ടൽ കൂടുതലുള്ള സൈഡിലെ ടോട്ടൽ തന്നെ രണ്ടിടത്തും എഴുതുന്നു. ഡിഫറൻസ് ഉള്ളിടത്ത് ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നു. ഡിസ്കൗണ്ട് അലൗഡ് റിസീവ്ഡിനെ നമ്മൾ നിയർലി ടോട്ടൽ ചെയ്ത് മാത്രം ഇടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 17 minutes. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. ആൻഡ് ഈ പ്രോബ്ലം നോട്ട്ബുക്കിൽ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക നന്നായിട്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. എക്സാമിന് പലപ്പോഴും ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ സി അല്ലേ ഉള്ളൂ, അതെ, സെക്ഷൻ സിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഡിസ്കൗണ്ട് അലൗഡ് റിസീവ്ഡ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻസ് വരാം. ഞാൻ സ്പീഡിൽ എൻട്രി പറഞ്ഞു പോയി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോളുക. ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. പലരും ഡൗട്ട് അധികം പേര് ചോദിക്കുന്നവർ തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത്. I hope you have understood and that's why you are not asking doubts. So thank you so much for listening. Learn well.